ഹലോ, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് തോരനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി ഇവിടെ അടുപ്പത്ത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണുള്ളൂ. ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം നമ്മുടെ ഉണക്കമുളക്, സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണ് പോകുന്നത് കാബേജ് തോരൻ. ഉണക്കമുളക് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ, അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പം മുളകിൻ്റെ കളറൊക്കെ ഇവിടെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊട്ടി വരണം. പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി തീരുമ്പോൾ നമുക്കിവിടെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തീർന്നു തുടങ്ങി. അപ്പോൾ നമുക്കിവിടെ കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഒന്ന് വഴന്ന് വന്നിടുമ്പോൾ നമ്മളിതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കണം. അരിഞ്ഞ് വെച്ച കാബേജ്, നന്നായി തുണിയിൽ തന്നെ അരിഞ്ഞ് വെച്ച കാബേജാണെങ്കിൽ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി വേവിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല വേവിച്ചെടുക്കാൻ. ഇതിലൂടെ അടച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വെള്ളമൊന്നും ഒട്ടുമില്ല. ഇനി നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മളെ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചിലവരൊക്കെ നാളികേരമൊക്കെ ചിരകിയിട്ട് ചേർക്കും. പക്ഷെ ഞാൻ ഇവിടെ നാളികേരമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു സദ്യ വിഭവം തന്നെയാണ് കാബേജ് തോരനൊക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.